ആകാശവാണി. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 മരണം, നിരവധി പേർക്ക് പരിക്ക്. കാഞ്ചൻജംഗ എക്സ്പ്രസിലേക്ക് ചരക്കു തീവണ്ടി ഇടിച്ചു കയറിയാണ് അപകടം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാമത് ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ത്യാഗസ്മരണകൾ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. 2020 ക്രിക്കറ്റിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുഡി സബ് ഡിവിഷന് കീഴിലുള്ള രംഗപാണി സ്റ്റേഷന് സമീപം ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു, 30 പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിൻഭാഗത്തേക്ക് ചരക്കു തീവണ്ടി ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. റെയിൽവേ, ദുരന്ത നിവാരണ സേന എന്നിവ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും സംഭവം നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അദ്ദേഹം സംഭവസ്ഥലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ചരക്കു തീവണ്ടി സിഗ്നൽ തെറ്റി വന്നതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് സൂചന. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് ബംഗാളിലെ സിൽഡിയിലേക്ക് സർവീസ് നടത്തുന്ന 1317 നമ്പർ കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ട്രെയിനിന്റെ 3 കോച്ചുകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചു. പശ്ചിമബംഗാളിൽ ട്രെയിൻ അപകടത്തിൽ അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംഭവം വേദനാജനകമാണെന്നും ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നതായും രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാമത് ഗഡു വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. 20,000 കോടിയോളം രൂപയാണ് ഇതുവഴി കർഷകരുടെ അക്കൌണ്ടിലേക്ക് കൈമാറുന്നത്. 9,03,00,000 കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. വാരണസിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിവർഷം 3 ഗഡുക്കളായി 6,000 രൂപയാണ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ കർഷകർക്ക് നൽകുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി വിശ്വാസികൾ സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദുഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ വിവിധ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഹജ്ജ് തീർത്ഥാടനം അവസാന ഘട്ടത്തിലെത്തി. ഇന്നലെ പുലർച്ചെ ജംറയിൽ കല്ലേറ് കർമ്മം നടത്തിയ തീർത്ഥാടകർ ബലിയർപ്പണം പൂർത്തിയാക്കി കാബ പ്രദക്ഷിണം നടത്തി. ഇന്നും നാളെയുമായി മിനായിലെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കി കാബയ്ക്ക് ചുറ്റും വിടവാങ്ങൽ പ്രദക്ഷിണം നടത്തുന്നതോടെ ഹജ്ജ് കർമ്മത്തിന് സമാപനമാകും. പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് കമ്പനി രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. പാലക്കാട് RDOയുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെയാണ് രേഖകൾ ഏറ്റുവാങ്ങിയത്. ജലചൂഷണത്തിനെതിരെയുള്ള പ്രദേശവാസികളുടെ ജനകീയ സമരത്തെ തുടർന്നാണ് പ്ലാച്ചിമടയിലെ കോള കമ്പനി പൂട്ടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഏതാനും അനുമതികൾ കൂടി ലഭിക്കാനുണ്ടെങ്കിലും ആദ്യഘട്ടത്തിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കസ്റ്റംസ് അംഗീകാരം ലഭിച്ചതോടെ തുറമുഖത്തിലൂടെയുള്ള ചരക്കു നീക്കവും നിയമവിധേയമായി. വലിയ മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന രാജ്യത്തെ ഒരേയൊരു തുറമുഖമാണ് വിഴിഞ്ഞം. കുവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മാത്യു തോമസിന്റെ ചെങ്ങന്നൂരിലെ വസതിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. രാവിലെ 9 മണിയോടെ പാണ്ടനാടുള്ള വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ബന്ധുക്കൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. 30 വർഷമായി കുവൈറ്റിലെ ഷോപ്പിംഗ് മാളിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു മാത്യു തോമസ്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. 1 മാസക്കാലത്തോളം നീണ്ടുനിന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനമായി.
കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. രാവിലെ വാകച്ചാർത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് തേങ്ങാമുറികളിൽ നാളം പകർന്ന ശേഷം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു. കലശാഭിഷേകത്തിന് ശേഷം ഞെട്ടിപ്പനിയോലയും കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ശ്രീകോവിൽ പിഴുതെടുത്ത് പടിഞ്ഞാറേ നടക്ക് കുറുകെ തിരുവഞ്ചിറയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് കലശാഭിഷേകവും നടത്തി. ഉത്സവകാലത്ത് എത്തിച്ച ദേവതകളെയെല്ലാം വിഗ്രഹത്തിൽ തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. ഇനി 11 മാസങ്ങൾക്ക് ശേഷമായിരിക്കും അക്കരെ കൊട്ടിയൂരിൽ ആളനക്കം ഉണ്ടാവുക. 2025 നടക്കാനിരിക്കുന്ന സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും വിഭജനവും അതിർത്തി നിർണയവും നടത്തുന്നതിനാണ് കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ചെയർമാനായുള്ള കമ്മീഷനിൽ മറ്റ് 4 അംഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. നാടിന്റെ നല്ല കാലത്തിനായി ഗദ്ദികയുടെ ഉണർത്തുപാട്ടുമായി വീണ്ടും ഒരു നാടുനീക്കൽ കാലം. ചുവപ്പ് പട്ടുടുത്ത് ചിലങ്ക കിലുക്കി രോഗങ്ങളെ നാടുനീക്കാനായി അടിയ സമുദായം വർഷം തോറും നടത്തുന്ന ഗദ്ദികയെന്ന പാരമ്പര്യ അനുഷ്ഠാനം തിരുനെല്ലിയിലെ വീടുകളിലെല്ലാം സന്ദർശനം നടത്തിയാണ് സമാപിക്കുക. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ ഒരു റിപ്പോർട്ട്. തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹം വാങ്ങി തിരുനെല്ലിയിലെ വീടാന്തരം കയറിയിറങ്ങിയാണ് നാടുനീക്കൽ ചടങ്ങ് നടത്തുന്നത്. നാട്ടിലുണ്ടാവുന്ന ദുരന്തങ്ങളെ അകറ്റാൻ മാരിയമ്മയോടുള്ള പ്രാർത്ഥനയാണ് നാടുനീക്കൽ ചടങ്ങ്. മൂപ്പൻ പാട്ടുപാടി അനുഷ്ഠാനത്തെ ഉയർത്തുമ്പോൾ തുടിയിൽ മേളം കനക്കുന്നതനുസരിച്ച് ചുവടുകൾ വെച്ച് മാരിയമ്മയെ പ്രീതിപ്പെടുത്തുന്ന ഈരടികളോടെ തപ്പുതാളങ്ങൾക്കൊപ്പം ആട്ടം നടത്തുകയാണ് നാടുനീക്കൽ ചടങ്ങ്. വസൂരിയുടെയും മലമ്പനിയുടെയും വിറകൊണ്ടിരുന്ന വയനാടിന്റെ ഭൂതകാലത്തിൽ പൂർവികർ മാരിയമ്മയെ പ്രീതിപ്പെടുത്തി മാറാരോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അനുഷ്ഠാനം. വീടുകൾക്ക് ചുറ്റും മഞ്ഞളും ചുണ്ണാമ്പും തേച്ച് രോഗങ്ങളിൽ നിന്നെല്ലാം മാരിയമ്മയുടെ രക്ഷാകവചം ഉണ്ടാക്കി മടങ്ങുന്ന നാടുനീക്കൽ സംഘം കാളിന്തിയിൽ മാരിയമ്മയെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് നാടുനീക്കൽ അവസാനിക്കുന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ജയം. ഗ്രൂപ്പ് ഡിയിലെ പോരാട്ടത്തിൽ നേപ്പാളിനെ 21 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെ ശ്രീലങ്ക 83 റൺസിന് തോൽപ്പിച്ചു. രാത്രി നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡ് പാപ്പുവ ന്യൂഗിനിയുമായി ഏറ്റുമുട്ടും. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കരസേന, മറ്റു സുരക്ഷാസേന എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ശബരിമലയിൽ ഇന്ന് ലക്ഷാർച്ചന നടന്നു. പൂജകൾ പൂർത്തിയാക്കി മറ്റന്നാൾ രാത്രി 10 മണിക്ക് നടയടയ്ക്കും. കേരളത്തിൽ ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ പുസ്തകോത്സവം നാളെ മുതൽ ഈ മാസം 21 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഗവൺമെന്റ് പ്രസിന് സമീപത്തുള്ള സെയിൽസ് എംപോറിയത്തിലാണ് മേള നടക്കുക. ദേശീയ പ്രാധാന്യമുള്ളതും രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്നതുമായ 600-ൽ പരം ഗ്രന്ഥങ്ങൾ പുസ്തകമേളയിൽ വിൽപ്പനയ്ക്കായി ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 മരണം, നിരവധി പേർക്ക് പരിക്ക്. കാഞ്ചൻജംഗ എക്സ്പ്രസിലേക്ക് ചരക്കു തീവണ്ടി ഇടിച്ചു കയറിയാണ് അപകടം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാമത് ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ത്യാഗസ്മരണകൾ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. 2020 ക്രിക്കറ്റിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.